ഇപ്പോൾ ഞാൻ നിലവിൽ ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഒരു ബോളിനെ അനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പൊടിക്കൈകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു എക്സ്പേർട്ട് ലെവലിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ആർക്ക് ഫോം ഉപയോഗിക്കും, അതോടൊപ്പം തന്നെ സ്ട്രെച്ചും സ്ക്വാഷൊക്കെ വരും. ഇതൊന്നും ഇല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോൾ അനിമേഷനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മായയിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബോൾ അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാതെ തന്നെ ദെൻ ഫ്രെയിമിൽ വരിക. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് ഇവിടെ കൊടുക്കുക. ഞാനിതൊരു 100 ഫ്രെയിംസിലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എസ് പ്രസ് ചെയ്യുക. അതിനുശേഷം എത്രാമത്തെ ഫ്രെയിമിലാണ് താഴേക്ക് വരേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഫ്രെയിമിൽ കൊണ്ടുവയ്ക്കുക, മൂവ് ചെയ്യുക. ഞാനിപ്പോൾ 15th ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ സെറ്റ് കീ വീണ്ടും പ്രസ് ചെയ്യുക. അതിനുശേഷം മുകളിലേക്ക് പോകേണ്ടത് എത്രാമത്തെ ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ അത് താഴേക്ക് വരുന്നതിൻ്റെ അത്ര തന്നെ ഫ്രെയിം കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഹാഫ് ഫ്രെയിമൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം അതായത് 1 മുതൽ 15 വരെ കൊടുത്തിരുന്നപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ഒരു 7 ഫ്രെയിംസാണ് കൂടുതൽ കൂട്ടാൻ പോകുന്നത്. അപ്പോൾ 15 + 7 എന്നുള്ളത് ഓർക്കുക. ഒരു 22 ആണ് വരുന്നത്. അപ്പം ഞാനൊരു 23യുടെ റേഞ്ചിൽ വയ്ക്കുന്നു. മുകളിലേക്ക് വീണ്ടും മൂവ് ചെയ്തു. ദെൻ സെറ്റ്. അപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നിൽക്കി വന്നിട്ട് മുകളിലേക്ക് പോയി. ഇനി വീണ്ടും ഇവിടെ നിന്ന് താഴേക്ക് വന്നൊരു ബോൾ. അപ്പോൾ 7 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 8 ആണ് വന്നിരിക്കുന്നത് ട്രാൻസാക്ഷൻ എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് കുറച്ചും കൂടെ കുറയ്ക്കുകയാണ്. ഒരു 6ൻ്റെ റേഞ്ചിലേക്ക് താഴേക്ക് വന്നു. സെറ്റ് കീ. ദെൻ 38ൻ്റെ റേഞ്ചിലും 39ൻ്റെ റേഞ്ചിലും ഇത് ഇവിടെ തന്നെയാണ് ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എസ് കൊടുക്കുക, കീ ഫ്രെയിം. ദെൻ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്യുക. എന്നിട്ട് എസ് വീണ്ടും പ്രസ് ചെയ്യുക. അപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോള് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് മുകളിലേക്ക് പോയി, പിന്നെ താഴേക്ക് വന്ന് പിന്നെയും പോയി, പിന്നെയും താഴേക്ക് വന്നു. ഒരു ബൗൺസും കൂടെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെറ്റ് കൊടുത്തു. ഇടയിൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്തു. ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്തു. സെറ്റിക്ക് ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് തരുന്ന അനിമേഷൻ. പക്ഷേ ഇതിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനായിട്ട് വിൻഡോയിൽ അനിമേഷൻ എഡിറ്റേഴ്സിൽ ഗ്രാഫ് എഡിറ്റർ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കാണിക്കില്ല, പേടിക്കണ്ട. F1 പ്രസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഗ്രാഫായിട്ട് കാണിക്കും. നമ്മുടെ കീ ഫ്രെയിമിൻ്റെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കീ ഫ്രെയിമിൻ്റെ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ കീ ഫ്രെയിമിൻ്റെ ഗ്രാഫിക് രൂപത്തിലുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് നമ്മുടെ ഗ്രാഫ് എഡിറ്ററിൽ കാണുക. ഇവിടെ വന്നിട്ട് ട്രാൻസ്ലേറ്റ് വൈ സെലക്ട് ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺ സാധാരണ ട്രാൻസ്ലേറ്റ് വൈ തന്നെയായിരിക്കും. അത് തിരിച്ചറിയാനുള്ള എളുപ്പവഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ആക്സസിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ആക്സസാണ് മുകളിലേക്ക് നിൽക്കണം എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ വ്യൂ പോർട്ടൽ നോക്കുക. വൈ ആണ് മുകളിലേക്ക് നിൽക്കുന്നത്, ട്രാൻസ്ലേറ്റ് വൈ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏത് കീ ഫ്രെയിമിനാണ് ട്രാൻസ്ലേറ്റ് മുകളിലേക്ക് പോകുന്നത് എന്നുള്ളത് ഇവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രാൻസ്ലേറ്റ് വൈയിലാണ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ലേറ്റ് വൈനെ മാത്രം സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ആൻഡ് സ്ലോ ഔട്ടിൻ്റെ പ്രിൻസിപ്പിൾ ഓർത്ത് വെച്ചിട്ട് ഇവിടെ എല്ലാവിടെയും പോയിട്ട് സ്ലോ ആൻഡ് സ്ലോ ഔട്ട് എന്നുള്ള പ്രിൻസിപ്പിൾ കൊടുക്കരുത്. പകരം ടോപ്പിൽ മുകളിലേക്ക് പോകുന്ന ഭാഗത്ത് മാത്രം നമ്മൾ സ്ലോ ആൻഡ് സ്ലോ ഔട്ട് എന്നുള്ള പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്ലാറ്റ് ടാൻജൻറ്റ് അപ്ലൈ ചെയ്യുന്നു എല്ലാ ബൗൺസിലും. പക്ഷേ നമുക്ക് ആ വെയിറ്റ്, ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് താഴെ വരുന്ന ഭാഗത്ത് ഇത്രയും പറയുന്ന കീ ഫ്രെയിംസിനെ സെലക്ട് ചെയ്യുക. അതിന് ഈ കാണുന്ന ലീനിയർ ടാൻജൻറ്റ് എന്നുള്ളത് അപ്ലൈ ചെയ്യുക. അപ്പോൾ താഴേക്ക് വരുന്നത് കുറച്ചും കൂടെ എന്താ പറയുക, വെയിറ്റ് ഫീൽ ചെയ്യുക അതിൽ. ഓക്കെ, സ്ലോ ആൻഡ് സ്ലോ ഔട്ട് താഴെ വരുന്നതിൽ ഉണ്ടാവില്ല. ഞാനൊന്ന് പ്ലേ ചെയ്യണേ. ഓക്കെ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കൊരു ബൗൺസ് എഫക്റ്റ് അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് ജനറേറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് ആയിട്ട് വന്നത് നമ്മുടെ ടാൻജൻസ് മാറ്റിയതാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്ലോ ഔട്ട് ഉണ്ടാവും. മുകളിൽ നിന്ന് ആ ഒബ്ജക്റ്റ് വരുമ്പോൾ സ്ലോ ആയി തുടങ്ങി ദെൻ സ്പീഡ് പിക്കപ്പ് ചെയ്ത് അവസാനത്തെ ആ ഫ്രെയിമിൽ എത്തുമ്പോഴേക്കും വീണ്ടും സ്ലോ ആയിട്ട് വരും. അങ്ങനെ ഒരിക്കലും ഒരു ബോൾ ഫോൾ ചെയ്യില്ല, ബൗൺസ് ഉണ്ടാവില്ല അവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എത്ര ബൗൺസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യും. ഞാനിപ്പോൾ 3 ബൗൺസസ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ,
ഇനി ഇൻ കേസ് നമുക്ക് തോന്നുകയാണ് ഇതൊന്ന് മൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, അതായത് ഇവിടെ നിന്ന് താഴെ പതിക്കുന്ന ഈ ബോൾ ഒന്ന് മൂവ് ആയിട്ട് ഇവിടെ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ആദ്യം മുതൽ ട്രാൻസിഷൻ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി കർവിനെ ഫോളോ ചെയ്തിട്ട്, അതായത് ഇങ്ങനെ കർവായിട്ടാണ് ബോൾ ബൗൺസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതല്ലാതെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഫസ്റ്റ് ഫ്രെയിം, ഈ ആക്സിസ് നോക്കുക. എപ്പോഴും ഇത് ഏത് ആക്സിസ് ആണെന്ന് നോക്കുക. എക്സ് ആണ് ആക്സിസ് വരുന്നത്. ശരി, Ctrl+Z അടിച്ചു. ഇവിടെ വന്നിട്ട് ഈ ഒരു ആക്സിസിനെ മാത്രം സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ഞാൻ ബ്രേക്ക് കണക്ഷൻസ് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ സെറ്റ് കീ അടിച്ചു. അപ്പോൾ ഞാനിവിടെ കൊടുത്തപ്പോൾ എല്ലാത്തിനും റെഡ് കളർ വന്നു, അതായത് എല്ലാ കീസും രജിസ്റ്റർ ആയി. പക്ഷെ ഞാൻ ഇവിടേക്കും കീ ഫ്രെയിം മാറ്റി വയ്ക്കുമ്പോൾ അതിന് മാത്രം വന്നിട്ടില്ല. കാരണം അവിടെ ഞാൻ സെറ്റ് കീ അടിച്ചിട്ടില്ല. ആ കീക്ക് ആൾട്ടർ ചെയ്തിട്ടുണ്ട്. കീയുടെ ഓഫ് വന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് അവസാനത്തെ ഈ 44ാമത്തെ ഫ്രെയിമിൽ ബൗൺസ് അവസാനിക്കുന്ന 44ാമത്തെ ഫ്രെയിമിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിനെങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. ഇവിടെ വന്ന് കീ സെലക്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കീബോർഡിൽ എസ് അടിച്ചാലും മതി. രണ്ടും സെയിം എഫക്റ്റ് ആണ് തരിക. രണ്ടും എൻറ്റയർലി ഡിഫറൻറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാര്യത്തിൽ അത് രണ്ടും സെയിം എഫക്റ്റ് ആണ് തരിക. ഇനി പ്ലേ ചെയ്ത് നോക്കാം. അതായത് ആദ്യം മുതൽ പ്ലേ ചെയ്യാം. കേട്ടോ, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ബൗൺസ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് ചെറിയൊരു മാറ്റം കൂടെ വരുത്തണം. ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് അവസാനിക്കുന്ന പോലെ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അതിൻ്റെ റീസൺ ഇവിടെയും സ്ലോ ആൻഡ് സ്ലോ ഔട്ട് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ വന്നിട്ട് ആ ട്രാൻസ്ലേറ്റ് എക്സ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. കണ്ടോ, സ്ലോ ആൻഡ് സ്ലോ ഔട്ട്. നമുക്ക് അതിനകത്ത് വേണ്ട, ലീനിയർ ടാൻജൻറ്റ് കൊടുക്കുക. അനിമേഷൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കുക. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഒന്ന് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത്. പക്ഷേ എക്സാക്ട്ലി അവിടെ ഒന്ന് സ്റ്റോപ്പ് ആവേണ്ട. നമ്മളിപ്പോൾ കുറച്ച് ഫ്രെയിം നീക്കി വെച്ചിട്ട് അതിനൊന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുത്തു സെറ്റ് കീ അടിച്ചു. ഓക്കെ, ഈ വീണ്ടും ഗ്രാഫ് എഡിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അനിമേഷൻ എഡിറ്ററിൽ വന്നു ഗ്രാഫ് എഡിറ്റർ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നോക്കുക ട്രാൻസ്ലേറ്റ് എക്സിൻ്റെ ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ വന്ന് അതിൻ്റെ സ്ലോ ആൻഡ് സ്ലോ ഔട്ട് ഉണ്ടാവും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ടാൻജൻറ്റ് ഒന്ന് പിടിച്ച് റൊട്ടേറ്റ് ചെയ്താലും മതി. സെലക്ട് ചെയ്യുക, പിന്നെ മൂവ് ചെയ്ത് വയ്ക്കുക. ഇവിടെ വന്നിട്ട് ഈ ടാൻജൻറ്റിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സ്ലോ ആവട്ടെ, അത് അവിടെ അവസാനിച്ചു. കണ്ടോ, സ്ലോ ആയിട്ട് അവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ റൊട്ടേഷനും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്ന് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഈ കാണുന്നതാണ് റൊട്ടേഷൻ ആക്സിസ് എന്ന് പറയുന്നത്. റൊട്ടേറ്റ് ഇസഡ്. ഇവിടെ ഒന്ന് ബ്രേക്ക് കണക്ഷൻസ് കൊടുത്തു, സെറ്റ് കീ. ദെൻ ബൗൺസ് കംപ്ലീറ്റ് ആവുന്ന ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഞാനതിനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. ദെൻ ഇവിടെ വന്നിട്ട് ഞാൻ ചെറിയ രീതിയിലൊന്ന് റൊട്ടേറ്റ് ചെയ്തു, സെറ്റ് കീ. ഇനി നമുക്ക് പ്രിവ്യൂ നോക്കാം. പ്ലേ. ഓക്കെ.